ബേപ്പൂരിൽ ഇത്തവണ LDF-നെ താഴെയിറക്കി വിജയം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി PV അൻവർ. ബേപ്പൂരിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുഹമ്മദ് റിയാസ് വെപ്രാളപ്പെടുന്നു. റിയാസ് നാടിനെ മാറ്റിയ നാട്ടുകാരനല്ല, മറിച്ച് നാടിനെ ഊറ്റിയ നാട്ടുകാരനെന്ന് PV അൻവർ പറഞ്ഞു. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി ബേപ്പൂരിലായിരുന്നു. ബേപ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. എന്താണ്, ആത്മവിശ്വാസത്തിലാണോ? തികഞ്ഞ ആത്മവിശ്വാസമാണോ? നല്ല ആത്മവിശ്വാസത്തിലാണ്. ജനങ്ങളൊരു മാറ്റം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർ കൺവേ ചെയ്യുന്നുണ്ട്. ഒരു മാറ്റം ആവശ്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 40-45 വർഷമായിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം നിന്ന ഒരു മണ്ഡലം, അതിൽ തന്നെ 2-3 തവണ മന്ത്രിമാർ, ഇപ്പോൾ സൂപ്പർ മുഖ്യമന്ത്രിയായി ഒരു മന്ത്രി ഇവിടെ ഈ 5 വർഷം ഉണ്ടായി. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. ആശുപത്രിയില്ല, സ്കൂളില്ല, തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ബേപ്പൂർ തുറമുഖം ഏകദേശം അടഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരും ഇടത്തരക്കാരുമായ മനുഷ്യരെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളും അങ്ങേയറ്റം ജനങ്ങൾ പരിതാപകരമായ അവസ്ഥയിലാണ്. ഇവിടെ കുറേ പെയിൻ്റ് അടിക്കലും ലൈറ്റ് ഇടലും വലിയ ടൂറിസം പദ്ധതിയുടെ പ്രഖ്യാപനങ്ങൾക്കപ്പുറം മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇടപെടാൻ ഈ പറയുന്ന സൂപ്പർ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്ന് ജനങ്ങൾ പരാതി പറയാണ്. റിയാസിന്റെ ബോർഡ് കാണും, നാട് മാറ്റിമറിച്ച നാട്ടുകാരനെല്ലാം പറഞ്ഞിട്ട്. അല്ല, അദ്ദേഹം എഴുതിയ ബോർഡ് നാട് മാറ്റിയ നാട്ടുകാരൻ. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് 1-2 ബോർഡ് കണ്ടു. ജനങ്ങൾ പ്രതിഷേധിച്ച് പറ്റാ നാട് ഊറ്റിയ മറുനാട്ടുകാരനൊരു ബോർഡ് ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കണ്ടു. മനസ്സിലായില്ലേ? അപ്പം നാട് മാറ്റിയ നാട്ടുകാരനാണോ, നാടിനെ ഊറ്റിയ മറുനാട്ടുകാരനാണോ? അദ്ദേഹം ഈ നാട്ടുകാരനല്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പിതാവ് ഈ പറയുന്ന ചാവക്കാട് ഭാഗത്തു നിന്ന് വന്ന അദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. താൽക്കാലികമായി ഇവിടെ സെറ്റ്. അതെന്തോ ആവട്ടെ, അതൊന്നും നമ്മളെ പ്രശ്നമില്ല. പക്ഷെ ജനങ്ങൾ അതേ ബോർഡ് തിരിച്ചു വെച്ചിട്ടുണ്ട്, നാട് ഊറ്റിയ മറുനാട്ടുകാരൻ. അപ്പം അത് UDF സർക്കാരിന് താഴെ ഇറക്കുമോ? സർക്കാർ താഴെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ വെപ്രാളം. എന്താ ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? കേരളത്തിൽ ഉടനീളം വരുന്ന ഉത്തരവാദിത്തപ്പെട്ട സത്യസന്ധരായ സഖാക്കളുടെ നേതാക്കൾ എന്ത് തീരുമാനം എടുത്താൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? എന്താ പറയുന്നത്? ഞാൻ ഈ പറഞ്ഞ പിണറായിസാണ്. ഈ പിണറായിസത്തിൻ്റെ ബാക്കി പത്രമാണ്. 3 കൊല്ലം ഞാൻ MLA, 3-ാമത്തെ കൊല്ലം ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ MLA, അപ്പുറത്തെ എൻ്റെ മകൻ, അപ്പുറത്തെ എൻ്റെ മരുമകൻ, ഇപ്പുറത്തെ എൻ്റെ മരുമകളുടെ ഭർത്താവ് MLA സ്ഥാനാർത്ഥി. ഇതല്ലേ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക? കേരളത്തിൽ ഒരു സമൂഹത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ബേപ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഈ കാര്യങ്ങൾ പറയട്ടെ. അവർ ഇത് മനസ്സിലാക്കും. അറ്റ്ലീസ്റ്റ് കുടിക്കാനുള്ള വെള്ളമെങ്കിലും 5 കൊല്ലം കൊണ്ട് ഈ നാട്ടിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അത് തന്നെയാണ് ഇത്തവണ ബേപ്പൂരിൽ നിന്നും ഉറച്ച വിജയപ്രതീക്ഷയിലാണ് നമ്മുടെ PV അൻവർ മത്സരരംഗത്തിറങ്ങുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അതീന്ദ്രജിത്തുവിനൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.